വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് എഡ്യൂക്കേഷൻ ഓൺലൈൻ ക്ലാസ്സസ്. ഇന്നിവിടെ നമ്മൾ പറയാനുള്ളത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സപ്ലൈനെ കുറിച്ചിട്ട്. അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മളെന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സപ്ലൈ ഫംഗ്ഷന് സപ്ലൈ എന്താണ്, അതിൻ്റെ ഡിറ്റർമിനൻസ് എന്തെന്നൊക്കെ പറഞ്ഞു. ഇന്ന് പറയുന്നത് ലോ ഓഫ് സപ്ലൈ ആണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലോ ഓഫ് സപ്ലൈനെ കുറിച്ചിട്ടാണ്. സപ്ലൈയുടെ ലോ എന്താണ് നിയമം, എങ്ങനെ സപ്ലൈ വർക്ക് ചെയ്യണത് എന്നുള്ളതാണ്. The law of supply is an economic principle that states that all other factors become constant. As the price of any goods or service increases, the quantity supplied by produce also increases and vice versa. അതായത് എല്ലാ ഫാക്ടേഴ്സും കോൺസ്റ്റൻ്റ് ആയിരിക്കും, മാറ്റം വരുത്തില്ല. കോൺസ്റ്റൻ്റ് എന്താ മാറ്റം വരുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിരിക്കും. ആസ് എ പ്രൈസ് ഓഫ് എനി ഗുഡ്സ് ഓർ സർവീസ്, ഏതെങ്കിലും സാധനത്തിൻ്റെ പ്രൈസ് എന്ത് ചെയ്യുക കൂടുകയാണെങ്കിൽ ദ ക്വാണ്ടിറ്റി സപ്ലൈഡ് ബൈ പ്രൊഡ്യൂസേഴ്സ്, ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സുകൾ എന്തോ വർദ്ധിക്കുകയും ചെയ്യും. നേരെ തരം തിരിച്ചായാലും വൈസ് വേഴ്സ, നേരെ അത് കുറഞ്ഞാലും എന്ത് ചെയ്യും, അതുപോലെ തന്നെ കുറയും. അക്കോർഡിംഗ് ടു ലോ ഓഫ് സപ്ലൈ, ലോ ഓഫ് സപ്ലൈയിൽ പറയുന്നത് പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഡയറക്ട്ലി അഫക്റ്റ് ഇറ്റ് സപ്ലൈ. പ്രൈസ് ഓഫ് കമ്മോഡിറ്റി എന്ത് ചെയ്യുന്നു, നേരിട്ട് സപ്ലൈനെ നമുക്ക് അഫക്റ്റ് ചെയ്യാം. എങ്ങനെ? ദ ക്വാണ്ടിറ്റി സപ്ലൈ വിൽ ഡിപ്പെൻഡ് ഓൺ ദ പ്രൈസ്. ക്വാണ്ടിറ്റി പ്രൈസ് എന്ത് ചെയ്യും, ക്വാണ്ടിറ്റി സപ്ലൈഡ് ഡിപ്പെൻഡ് ഓൺ പ്രൈസ്. ക്വാണ്ടിറ്റി എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, പ്രൈസ് വെച്ചിട്ടാണ്. അത് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ലോ സപ്ലൈഡ് നടക്കുന്നു. ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി, ഒരു സാധനത്തിൻ്റെ പ്രൈസുകൾ ഡയറക്റ്റ്ലി നേരിട്ട് എന്ത് ചെയ്യുന്നു, ബാധിക്കുന്നു. എന്തിന്? കമ്മോഡിറ്റി പ്രൈസ് നേരിട്ട് ബാധിക്കും സപ്ലൈക്ക്. അതിൻ്റെ സമയത്ത് ദ ക്വാണ്ടിറ്റി സപ്ലൈഡ് വിൽ ഡിപ്പെൻഡ് ഓൺ ദി പ്രൈസ്. ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സാധനം വിൽക്കുമ്പോൾ അത് പ്രൈസിനെ ബാധിക്കും. അത് നേരിട്ടെന്ന് എന്ത് ചെയ്യുന്നു, ബാധിക്കുന്നുണ്ട്. അതാണ് ലോ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞത്. അത് ഗ്രാഫ് വരച്ച് നമ്മൾ പറയാണ്. നമ്മളിതുവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിന് ഗ്രാഫ് വരച്ചിട്ട് പറയാണ്. ഈ ഭാഗം പ്രൈസാണ്, ഈ ഭാഗം ക്വാണ്ടിറ്റി സപ്ലൈഡ് ആണ്. ഇതാണ് സപ്ലൈ കർവ്. ഡിമാൻഡ് കർവ് ഇങ്ങനെയായിരുന്നു, സപ്ലൈ കർവ് ഇങ്ങനെ വരുന്നത്. അതായത് റൈറ്റ് വാർഡ് സിറ്റുവേഷനാണ്, റൈറ്റ് വാർഡ് മെത്തേഡാണ്. സപ്ലൈ കർവ് എന്നത് റൈറ്റിൽ നിന്നാണ് വരയ്ക്കുന്നത്. ഇതാണ് നമ്മൾ റൈറ്റ്. ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ, ഈ നിലക്ക് നിൽക്കുമ്പോൾ എന്താണ് നമ്മൾ റൈറ്റ് ഇത് വരുന്നത്, ഇങ്ങനെ വരയ്ക്കുന്നത്. മറ്റിങ്ങനെ വരുന്നത് ഡിമാൻഡ്. റൈറ്റ് വാർഡ് എപ്പോഴും എന്താണ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ പ്രൈസ് ആദ്യം 15 അപ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് 3 പ്രൈസ് 15 ക്വാണ്ടിറ്റി സപ്ലൈ തരുന്നത് 3 സപ്ലൈ ചെയ്തിരുന്നത്. പ്രൈസ് 25 ക്വാണ്ടിറ്റി സപ്ലൈ എന്തായി, 3 5 മാറി. ഇതുപോലെ തന്നെ പ്രൈസ് വീണ്ടും കൂടുമ്പോൾ എന്താവും, ക്വാണ്ടിറ്റി സപ്ലൈ കൂടും. ഇതാണ് നമ്മൾ ലോ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞത്. അതൊരു ഗ്രാഫ് രൂപത്തിൽ നമ്മൾ സപ്ലൈ കർവാണത്. സപ്ലൈ കർവിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഗ്രാഫ് രൂപത്തിൽ പറയാണ്. അതാണ് ലോ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞത്. പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈ ഇതാവും. എങ്ങനെയാണ് പ്രൈസ് കൂടുക? പ്രൊഡക്റ്റിൻ്റെ സെയിൽ വർദ്ധിപ്പിക്കുമ്പോൾ പ്രൈസ് എന്ത് ചെയ്യും, കുറഞ്ഞ കൂടും. ഫസ്റ്റിന് പ്രൈസ് കൂട്ടുകയില്ല. നമ്മളൊരു 6 പ്രൊഡക്റ്റ് ഒരുപാട് ക്വാണ്ടിറ്റി കൊടുക്കുമ്പോൾ എന്തോ ഒരുപാട് പ്രൈസുകൾ അവർക്ക് നിശ്ചയിക്കും, ഒരുപാട് പ്രൈസുകൾ എന്ത് ചെയ്യും, കിട്ടുകയും ചെയ്യും. ഓക്കെ, സപ്ലൈ കർവ് എങ്ങനെയാണ്, പോസിറ്റീവിലാണ് സ്ലോപ്പ് ചെയ്യുന്നത്. കാരണം എന്താണ്, അത് നേരിട്ട് ഫുൾ എന്താണ് പോസിറ്റീവാണ്. ഇവിടെ കൂടുമ്പോൾ ഇവിടെയും കൂടുന്നുണ്ട്, ഇവിടെ കുറയുന്നില്ല. ഇവിടെയും കൂടുമ്പോൾ വീണ്ടും ഇവിടെ കൂടുന്നുണ്ട്. അപ്പോൾ എന്താണ്, അത് പോസിറ്റീവ്ലി സ്ലോപ്പ്ഡാണ്. ഇനി ഈ കർവിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ സപ്ലൈ കർവിനെ കുറിച്ചാണ് പറയുന്നത്. അതെന്താണ്, പോസിറ്റീവ്ലി സ്ലോപ്പ്ഡാണ്. ദിസ് റിഫ്ലക്റ്റ് എ ഡയറക്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ദ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ്. എന്തൊക്കെയാണ്, പ്രൈസും ക്വാണ്ടിറ്റി സപ്ലൈഡ് ആണ് ആ ഗ്രാഫിൽ പറയുന്നത്. ഇൻ ദി എബോവ് ഫിഗർ, ആ ഫിഗറിൽ മെയിനായിട്ട് പറയുന്നത് എന്താ, വെൻ ദ പ്രൈസ് ഈസ് 15, പ്രൈസ് 15 ക്വാണ്ടിറ്റി സപ്ലൈ 3 യൂണിറ്റ് ആയിരുന്നു. പ്രൈസ് ഈസ് റൈസ് ടു 25, പ്രൈസ് എന്ത് 25 വന്നപ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈ എത്രയായി, 5 മാറി. അപ്പോൾ ദെർഫോർ ദ സപ്ലൈ കർവ് ഷോസ് ദി പോസിറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ ദി പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ്. പ്രൈസ് രൂപത്തിലും സപ്ലൈ രൂപത്തിലും എന്തായി, സപ്ലൈ കർവ് പോസിറ്റീവ് റിലേഷൻഷിപ്പ് അവിടെ നമുക്ക് കാണാൻ പറ്റി. ദ ലോ ഓഫ് സപ്ലൈ, നമ്മൾ പറഞ്ഞ ലോ ഓഫ് സപ്ലൈ അസ്യൂം ദാറ്റ് ആൾ അതർ ഫാക്ടേഴ്സ് അഫക്റ്റ് സപ്ലൈ സച്ച് ആസ് ഇൻപുട്ട്. എല്ലാ ഫാക്ടേഴ്സുകളും എന്ത് ചെയ്യുന്നുണ്ട്, സപ്ലൈ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്, സച്ച് ആസ് ഇൻപുട്ട്, കോസ്റ്റ്, ടെക്നോളജി ആൻഡ് ഗവൺമെൻറ് പോളിസീസ്. നമ്മൾ കുറച്ച് ഡിറ്റർമിനൻസ് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിലെ ആ സംഭവം തന്നെയാണ്. ഇൻപുട്ട്, കോസ്റ്റ്, ടെക്നോളജി ആൻഡ് ഗവൺമെൻറ് പോളിസീസ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഒക്കെ എന്തായിരിക്കും,
അഫക്റ്റ് ചെയ്യുന്നുണ്ട് സപ്ലൈക്ക്. എന്തൊക്കെയാണ്? ഇൻപുട്ട്, കോസ്റ്റ്, ടെക്നോളജി ആൻഡ് ഗവൺമെൻറ് പോളിസീസ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഇഫ് എനി ഓഫ് ദിസ് ഫാക്ടേഴ്സ് ചേഞ്ച്, ഈ ഫാക്ടേഴ്സിൽ ഏതെങ്കിലുമൊക്കെ ചേഞ്ച് വരികയാണെങ്കിൽ ദ സപ്ലൈ കർവ് മേ ഷിഫ്റ്റ് ആൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈ മേ ചേഞ്ച് ആസ് വെൽ. അതായത് ഈ പറഞ്ഞുള്ള കോസ്റ്റ് ആയിക്കോട്ടെ, ടെക്നോളജി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇൻപുട്ട് ആയിക്കോട്ടെ, ഗവൺമെൻറ് പോളിസി ആയിക്കോട്ടെ, അതൊക്കെ അതിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഫാക്ടേഴ്സിൽ ചേഞ്ച് വരികയാണെങ്കിൽ എന്താണ്? ഈ കർവിലും ചേഞ്ച് വരും. നമുക്ക് ചിന്തിച്ചറിയാമല്ലോ, പ്രൈസ് ചേഞ്ച് വരുമ്പോൾ കർവിൽ എന്താകുന്നുണ്ട്? അപ്പറായിട്ട് വരുന്നുണ്ട്. വീണ്ടും കർവ് മേലോട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കയറി വരുന്നുണ്ട്. മേലോട്ട് കയറുന്നവർ എന്താണ്? പോസിറ്റീവാണ്. കാരണം പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി കൂടുന്നു, നമുക്ക് എന്ത് ചെയ്യുന്നു? ലാഭം കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ ഓരോ സംഭവം മാറ്റം വരുമ്പോൾ കോസ്റ്റിലും മറ്റുള്ള ടെക്നോളജിയിലൊക്കെ മാറ്റം വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലോട്ട് മാറ്റം വരുന്നുണ്ട്. ഇനി നമ്മൾ മൂന്നാമത്തെ കൺസെപ്റ്റ് ഓഫ് ഇക്വിലിബ്രിയം. ഡിമാൻഡ് സപ്ലൈ പറഞ്ഞു. ഇനി ഇതിന് ഈ ഒരു സപ്ലൈ ഫംഗ്ഷൻ്റെ ഒരു ഇക്വിലിബ്രിയം കൺസെപ്റ്റ് ഉണ്ട്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള രണ്ടിൻ്റെ ഇടയിൽ വരുന്നതാണ് ഇക്വിലിബ്രിയം. സപ്ലൈയുടെയും ഡിമാൻഡിൻ്റെയും ഇടയിൽ വരുന്ന ഒരു കോൺസ്റ്റൻ്റായിട്ട് വരുന്ന കർവാണ് ഇക്വിലിബ്രിയം കർവ് എന്ന് പറയുന്നത്. ഇങ്ങനെ സപ്ലൈ കർവ് വെച്ചാലും റൈറ്റ് വേർഡ് വെച്ചാലും ലെഫ്റ്റ് വേർഡ് ഡിമാൻഡ് വെച്ചാലും അതിന് രണ്ടും ജോയിൻറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിനാണ് ഇക്വിലിബ്രിയം കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഗ്രാഫിൽ വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ആ ഒരു പോയിന്റ് മനസ്സിലാക്കിയാൽ മതി. എവിടെ എന്താണ് കൺസെപ്റ്റ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? ഈക്വൽ ആയിരിക്കുക, രണ്ടിൻ്റെ ഇടയിലായിരിക്കുക, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, കോൺസ്റ്റന്റ് ആയിരിക്കുക, അതാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. എ സ്റ്റേറ്റ് ഓഫ് ബാലൻസ് ബിറ്റ്വീൻ കോമ്പറ്റിങ് ദ ഫോഴ്സസ് ഓർ ആക്ഷൻസ് ഈസ് കാൾഡ് ഇക്വിലിബ്രിയം. ബാലൻസ്, രണ്ടിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സപ്ലൈ ആയിക്കോട്ടെ ഡിമാൻഡ് ആയിക്കോട്ടെ, രണ്ടിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന, ഒരേ രീതിയിൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. തുല്യമായിട്ട് നിൽക്കുന്നതാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ദ ക്വാണ്ടിറ്റി ദാറ്റ് കൺസ്യൂമേഴ്സ് ആർ വില്ലിംഗ് ആൻഡ് able to buy at a given price is equal to the quantity that producers are willing and able to sell at that price. ഏതൊരു സംഭവവും ക്വാണ്ടിറ്റി കൺസ്യൂമർ എന്ത് ചെയ്യുന്നു? വില്ലിംഗ് ആണ്. അതുപോലെ ആബിൾ ടു ബൈ, സാധനം വാങ്ങാൻ അവരെന്താണ്? അവർക്ക് കഴിയുന്നതാണ്. സാധനം വാങ്ങാൻ അവർ ആബിളാണ്, തയ്യാറാണ്. അറ്റ് എ ഗിവൻ പ്രൈസ്, ഏത് പ്രൈസ് തരാണെങ്കിലും അവർ സാധനം വാങ്ങാൻ തയ്യാറാണ്. ഈസ് ഈക്വൽ ടു ദി ക്വാണ്ടിറ്റി ദാറ്റ് പ്രൊഡ്യൂസേഴ്സ് ആർ വില്ലിംഗ്. അവർ ഏത് പ്രൈസിലാണ് കൊടുക്കാൻ തയ്യാറുള്ളത്, അതേ പ്രൈസിൽ തന്നെ ആ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനും മറ്റുള്ളവരും തയ്യാറാണ്. അപ്പോൾ എന്താവും? അതൊരു ഈക്വൽ ആവും. ആ ഈക്വൽ ആവുമ്പോൾ എന്താവും? കൺസെപ്റ്റ് ഓഫ് ഇക്വിലിബ്രിയത്തേക്ക് വരും. ആൻഡ് ആബിൾ ടു സെൽ അറ്റ് ദാറ്റ് പ്രൈസ്. അപ്പോൾ ആ പ്രൈസിന് എന്ത് ചെയ്യുന്നു? നമ്മളിത് കൊടുക്കുന്നു. അതായത് സപ്ലൈ ചെയ്യാനുള്ള ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്ന കൺസെപ്റ്റും സപ്ലൈ ചെയ്യാനുള്ള പ്രൈസിലും രണ്ട് വ്യക്തികളും ജോയിൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? ആ കൺസെപ്റ്റ് ഈക്വലി നിൽക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു പ്രൈസ് നമുക്ക് കിട്ടും. ആ പ്രൈസ് നമ്മൾ എന്ത് ചെയ്യുന്നു? സെല് ചെയ്യുമ്പോഴാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇനി ഡിസിക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താണ്? ഓൺ ദി അതർ ഹാൻഡ് refers to a situation in which the supply of the commodity does not equal. ഈ സംഭവം ഈക്വൽ അല്ലെങ്കിൽ, നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഡിമാൻഡും സപ്ലൈ ഒന്നും ഈക്വൽ അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാണ് നിൽക്കുകയാണെങ്കിൽ അവിടെയാണ് ദിസ് ഡിമാൻഡ് അല്ലെങ്കിൽ സപ്ലൈ ഈക്വൽ അല്ലെങ്കിൽ അവിടെ എന്താണ്? ദിസ് ക്യാൻ ഹാപ്പൻ വെൻ ദ മാർക്കറ്റ് പ്രൈസ് ഈസ് either too high or too low. അതവിടെ എന്താണ്? മാർക്കറ്റ് പ്രൈസിൽ നല്ല വില കൂടുകയും അതുപോലെ നല്ല വില കുറയുകയാണെങ്കിൽ എന്താവും? ഈ ഒരു സംഭവം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡിസിക്വിലിബ്രിയം എന്താവും? ആകും. ഇങ്ങനെ ഡിസിക്വിലിബ്രിയം ആകുമ്പോഴാണ് കടകളൊക്കെ എന്താവുന്നത്? പൂട്ടി പോകുന്നത്. കാരണം ഒന്നുകിൽ മാർക്കറ്റിൽ നല്ല പ്രൈസ് ആകുമ്പോൾ എന്താവും? അത് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ബയ്യേഴ്സ് എന്താവുന്നു? കുറയുന്നു. അല്ലെങ്കിൽ പറ്റ പ്രൈസ് കുറയുമ്പോൾ എന്താവും? സാധനം ഇല്ലാതാവുന്നു മാർക്കറ്റിൽ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? മാർക്കറ്റ് നഷ്ടത്തിലായി കച്ചവടം പൂട്ടി പോകേണ്ട സിറ്റുവേഷനിലോട്ട് വരുന്നത്. നമ്മൾ ഒരുപാട് ഏരിയകൾ കണ്ടിട്ടില്ല. കച്ചവടം തുടങ്ങുമ്പോൾ നല്ല ബുദ്ധിമായിട്ട് തുടങ്ങും. ഒരു വസ്ത്രം ആയിക്കോട്ടെ, ഒരു വെഡ്ഡിങ് സെൻറ്റർ ആയിക്കോട്ടെ, ഒരു റെസ്റ്റോറൻ്റ് ആയിക്കോട്ടെ, ഒരു മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ, തുടങ്ങുമ്പോൾ നല്ല ഡെക്കറേഷൻ ഉണ്ടാവും. പിന്നീട് കൊണ്ടുപോകാൻ അത് ഈക്വലായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയാത്ത സിറ്റുവേഷൻ വരുമ്പോഴാണ് ഡിസിക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇതാണ് ഡിസിക്വിലിബ്രിയം അല്ല, നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് ഓഫ് ഇക്വിലിബ്രിയത്തിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇത് ഡിമാൻഡ് കർവ്. നേരത്തെ പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞ കർവ് ഡിമാൻഡ് കർവ് ഞാൻ പറഞ്ഞ ലെഫ്റ്റ് വാർഡാണ്. മറ്റേത് റൈറ്റ് വാർഡ് സപ്ലൈ കർവ്.
ഡിമാൻഡ് എന്ത് വെച്ചാൽ നമ്മൾ വരച്ച് വെക്കുക, പ്രൈസ് ഇങ്ങനെ വരുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യും, കൂടും. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. ഇങ്ങനെ ഇതാ ഇപ്പോൾ ഇവിടുന്ന് പ്രൈസ് കൊടുക്കുമ്പോൾ ഇത് ഈ പ്രൈസും ഈ ക്വാണ്ടിറ്റിയും ഇത് രണ്ടും എവിടെ ജോയിൻ്റ് ചെയ്യുന്നത്, ഇവിടെയാണ്. ഡിമാൻഡിൻ്റെയും സപ്ലൈൻ്റെയും ഈ ഒരു ഭാഗത്താണ് ജോയിൻ്റ് പോയിരുന്നത്, അവിടെയാണ് ഇക്വിലിബ്രിയം പറഞ്ഞത്. സപ്ലൈ എങ്ങനെ എന്ത് ചെയ്യും, കൂടി വരും. ഡിമാൻഡ് എന്ത് ചെയ്യും, കുറഞ്ഞ് വരും. ക്വാണ്ടിറ്റി ഇങ്ങനെ കുറയുമ്പോൾ പ്രൈസ് ഇങ്ങനെ കൂടും. ഇത് അവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ക്വാണ്ടിറ്റി കൂടും, പ്രൈസ് കുറയും. പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി കുറഞ്ഞു വരും. സപ്ലൈ അങ്ങനെയല്ല, പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി കൂടും, അങ്ങനെ കൂടി വരും. അപ്പോൾ സപ്ലൈ കർവ് പോസിറ്റീവ് കർവാണ്, ഡിമാൻഡ് കർവ് എന്താണ്, നെഗറ്റീവ് കർവാണ്. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത പറയാനുള്ളത് എന്താണ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ ഷോൺ ഇൻ ദി അബോ. ഈ ഫിഗറിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ എന്തൊക്കെ കാണിച്ചു, ഡിമാൻഡ് ആൻഡ് സപ്ലൈ. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് എന്തൊക്കെയായിരുന്നു, ഡിമാൻഡ് സപ്ലൈ കാര്യങ്ങളൊക്കെയാണോ. നമ്മൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ ഷോൺ ഇൻ ദി അബോ ഫിഗർ ആസ് ഡി ഡി ആൻഡ് എസ് എസ്. ഡിമാൻഡ് ഡി ഡി എന്ന് പറയുന്നത് ഡിമാൻഡ്, മറ്റത് സപ്ലൈ. ഡി ഡി എന്ന ഡിമാൻഡ്, മറ്റൊന്നെന്താണ് എസ് എസ് പറയുന്നത് സപ്ലൈ, റെസ്പെക്റ്റീവ്ലി. പോയിന്റ് ഇ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം. ഡിപ്പെൻഡ്സ് ദ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ദി opposing force of demand and the supply. As a result, it can be considered as a point of equilibrium. ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെയും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട്, രണ്ടിനെയും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ തുല്യമായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ട് വരുന്ന ആ പോയിന്റിനെയാണ് എന്ത് പറയുന്നത് സുഹൃത്തുക്കളെ, നമ്മൾ പറയുന്ന ഇക്വിലിബ്രിയം പോയിന്റ്. അത് രണ്ടിനെയും റിലേഷൻഷിപ്പ് വരുന്നുണ്ട്, രണ്ടിനെയും ഫോഴ്സ് ചെയ്യുന്നുണ്ട്, ഡിമാൻഡിനെയും സപ്ലൈനെയും ഫോഴ്സ് ചെയ്യുന്നുണ്ട്. അത് രണ്ടിനെ ഫോഴ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ യൂണിറ്റ് 3 ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒരു റിവ്യൂ നടത്തുകയാണ്. നമ്മൾ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. നമ്മൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള റീക്യാപ്പ് എന്ന് പറഞ്ഞ റിവ്യൂ എന്ന് പറയാം. നമുക്ക് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, ഒന്ന് ഡിമാൻഡ് എന്താണെന്ന് പറഞ്ഞല്ലേ. നമ്മൾ ആദ്യം എന്താണ്, എമൗണ്ട് ഓഫ് ഗുഡ്സ് കൺസ്യൂമർ ആർ വില്ലിങ് ആൻഡ് ഏബിൾ ടു പർച്ചേസ് അറ്റ് ഗിവൺ പ്രൈസ് ആൻഡ് ടൈം. ഓരോ സമയത്തും എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ കൺസ്യൂമേഴ്സ് വില്ലിങ് ആവുന്നു, അതുപോലെ തന്നെ ഏബിൾ ടു പർച്ചേസ്, അതൊക്കെ പർച്ചേസ് ചെയ്യുന്നു അതിൻ്റെ സമയത്ത്, അതിൻ്റെ പ്രൈസ് അനുസരിച്ച്. പിന്നെ എന്തൊരു ഡിറ്റർമിനൻസ് പറഞ്ഞു, ഡിമാൻഡ് ഡിറ്റർമിനൻസ് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു, പ്രൈസ് ഓഫ് കമ്മോഡിറ്റി, ഇൻകം, പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി, ടേസ്റ്റുകൾ. പിന്നെ ലോ ഓഫ് ഡിമാൻഡ് പറഞ്ഞു. എന്താണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്, ആസ് എ പ്രൈസ് ഇൻക്രീസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസ്. നമ്മൾ നേരത്തെ ഗ്രാഫിൽ കാണിച്ചു തന്നു, പ്രൈസ് ഇൻക്രീസ് ആകുമ്പോൾ ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്യും. അതുപോലെ തന്നെ നേരെ തിരിച്ചും വരും, പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി കൂടുകയും ചെയ്യും. പിന്നെ പറയുന്നത് ഇലാസ്റ്റിക് ഓഫ് ഡിമാൻഡ്. എന്താണ് ഇലാസ്റ്റിക് ഓഫ് ഡിമാൻഡ്, ഹൗ ക്വാണ്ടിറ്റി ഡിമാൻഡ് റെസ്പോണ്ട് ടു ചേഞ്ച് ഇൻ പ്രൈസ്. എങ്ങനെയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത്, വിത്ത് ഇൻകത്തിൽ കൂടെ എങ്ങനെയാണ് ചെയ്യുന്നത്. 3 ഇലാസ്റ്റിക് ഡിമാൻഡ് പറഞ്ഞു, പ്രൈസ് ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇൻകം ഇലാസ്റ്റിക് ഡിമാൻഡ്, ക്രോസ് ഇലാസ്റ്റിക് ഡിമാൻഡ് നമ്മൾ പറഞ്ഞു. ഇൻകം ആൻഡ് ഓരോ അതർ ഫാക്ടേഴ്സ്. പിന്നെ നമ്മൾ ഇൻകം എന്ന് പറഞ്ഞു, അതുപോലെ മറ്റു ഫാക്ടേഴ്സുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഇലാസ്റ്റിക് ഡിമാൻഡ്, പിന്നെ ഇൻകം ഇലാസ്റ്റിക് ഡിമാൻഡ്, ക്രോസ് പ്രൈസ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ഈ ഡിമാൻഡൊക്കെ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ റിവ്യൂ ചെയ്യാണ്. പിന്നെ നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള സപ്ലൈനെ കുറിച്ച് പറഞ്ഞു. എന്താണ് സപ്ലൈ, ക്വാണ്ടിറ്റി ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് പ്രൊഡ്യൂസേഴ്സ് ആർ വില്ലിങ് ആൻഡ് ഏബിൾ ടു സെൽ അറ്റ് എ ഗിവൺ പ്രൈസ് ഡ്യൂറിങ് എ സ്പെസിഫിക് ടൈം. ഓരോ ടൈമിൽ എന്ത് ചെയ്യുന്നു, സപ്ലൈകളും അതുപോലെ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റികളും എന്ത് ചെയ്തു നമ്മളെ കുറിച്ച് പറഞ്ഞു. പിന്നെ പറഞ്ഞു ലോ ഓഫ് സപ്ലൈയുടെ ലോനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ഗ്രാഫായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സപ്ലൈ പറഞ്ഞു. പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഓക്കെ, ഇത്രയാണ് യൂണിറ്റ് 3 ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ പറയാറുള്ളത്. നമ്മൾ യൂണിറ്റ് 3 ചാപ്റ്റർ ഇവിടെ, ബ്ലോക്ക് 1 യൂണിറ്റ് 3 എന്ത് ചെയ്യുന്നു, ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, കൃത്യമായിട്ട് എല്ലാവരും നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് നോക്കുക. യൂണിറ്റ് 3 എല്ലാ സംഭവങ്ങളും നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.